നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പെപ് ഗാർഡിയോളയെ പോലൊരു പരിശീലകൻ്റെ കീഴിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ കിരീടങ്ങൾ വാരിക്കൂട്ടിക്കൊണ്ടിരുന്ന ഘട്ടത്തിലാണ് അവിടം വിട്ടുകൊണ്ട് ഹുലിൻ ആൽവരസ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു? അതിനെക്കുറിച്ച് ഇപ്പോൾ ഹുലിൻ ആൽവരസ് തുറന്നു പറയുന്നുണ്ട്. അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. സിറ്റിയിൽ അവർ എന്നെ നന്നായിട്ട് വിശ്വസിച്ചിരുന്നു. ഒരുപാട് മത്സരങ്ങൾ ഞാൻ അവിടെ കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോളുകൾ അടിച്ചിട്ടുണ്ട്, കിരീടങ്ങളും ചൂടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പുതിയ ചലഞ്ചുകൾ വേണമായിരുന്നു. ഞാൻ അവിടെ കളിക്കുമ്പോൾ നോക്കുക, ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ചിട്ടില്ല. അതുപോലെ സെമി ഫൈനലിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് കളിച്ചത്. ഇങ്ങനെ ഒരുപാട് മത്സരങ്ങൾ നമ്മൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന മത്സരങ്ങളുണ്ടായിരുന്നു. അതിന് അവസരം ലഭിച്ചില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഹോണസ്റ്റ്ലി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ പുതിയ ഒരു ചലഞ്ച് തേടിക്കൊണ്ടാണ് ഞാൻ അവിടെ വിട്ടുപോയത് എന്നിപ്പോൾ വളരെ കൃത്യമായിട്ട് ഹുലിൻ ആൽവരസ് പറയുന്നു. അതോടൊപ്പം തന്നെ വളരെ മികച്ച രൂപത്തിലാണ് പെപ് ഗാർഡിയോളയുമായിട്ട് പിരിഞ്ഞത് എന്നുള്ളത് കൂടി ഇപ്പോൾ ഹുലിൻ ആൽവരസ് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, പെപ്പും ഞാനുമായിട്ടുണ്ടായ ആ ഒരു സംഭാഷണം എന്ന് പറയുന്ന അവസാനത്തെ സംഭാഷണം എന്ന് പറയുന്നത്, പെപ്പ് എന്നോട് പറഞ്ഞു, താങ്ക് യു വെരി മച്ച് ഫോർ എവറിത്തിങ് യു ഗേവ് അസ് ഇൻ ദീസ് 2 years. ഒരുപാട് കിരീടങ്ങൾ നേടുകയുണ്ടായി. ഒരിക്കലും നീ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. ക്ലബിലേക്ക് ഒരു ട്രബിളും നീ ഉണ്ടാക്കിയിട്ടില്ല. നത്തിങ്, അങ്ങനെയൊന്നും ഉണ്ടായില്ല. എല്ലായ്പ്പോഴും നീ നിൻ്റെ ബെസ്റ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ കംപ്ലൈൻറ്റ് പോലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലായ്പ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കുകളും വേർഡ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരുന്നു. ഞാനും അങ്ങനെ തന്നെയായിരുന്നു ക്ലബിനോട് പെരുമാറിയിരുന്നത് എന്നുകൂടി ഹുലിൻ ആൽവരസ് വ്യക്തമാക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.